ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. അപ്പോൾ ഈ പുതുവർഷത്തിൽ ഞാൻ ആദ്യമായി എൻ്റെ വീഡിയോയുമായിട്ട് വരികയാണ്. വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ വരുമാനം നേടാം. സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് നല്ലൊരു വഴിയാണ് ഇതിലൂടെ കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന ഡ്രസ്സുകളൊക്കെ ഡാൻസിൻ്റെ ഷോപ്പിൽ നിന്ന് നമുക്ക് ഓർഡർ കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഇത് കസ്റ്റമേഴ്സിൻ്റെ ഉണ്ട്. ഇതൊരു കസ്റ്റമേഴ്സ് തന്നിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ സ്റ്റിച്ചിങ് അറിഞ്ഞിട്ടും പുറത്തേക്ക് തയ്ക്കാൻ പേടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് എനിക്ക് ഇന്ന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഇത് സ്റ്റിച്ച് ചെയ്ത് അയൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കും ആദ്യം ഞാൻ തയ്യലൊന്നും പഠിക്കാൻ പോയിട്ടില്ല. പക്ഷെ കുറച്ചൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് അറിയായിരുന്നു. പക്ഷെ കൂടുതലും എൻ്റെ തയ്ച്ച് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലുള്ളവർക്കും തയ്ച്ച് അങ്ങനെയാണ് നമുക്കൊരു കോൺഫിഡൻസ് ലെവലൊക്കെ വരാം. അങ്ങനെ പിന്നെ പുറത്തേക്ക് തയ്ക്കലായി. എങ്കിലും വർക്കുകളൊക്കെ കുറയുമ്പോൾ നമ്മളത് കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. വർക്ക് കുറഞ്ഞെന്നും പറഞ്ഞിട്ട് അത് അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ എന്താ പറയുക, കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് യൂട്യൂബിലായാലും വീട്ടിലേക്ക് വർക്ക് തരുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് എപ്പോഴും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യും. നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് കൊണ്ടുതരുമോ, ഈ നൈറ്റി ബിറ്റൊക്കെ കൊണ്ടു തന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന യൂണിറ്റുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പം എൻ്റെ വീട് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ഭാഗത്താണ്. അപ്പോൾ ഇവിടെ ഒന്നും അങ്ങനത്തെ ഇതില്ല. എറണാകുളം ആ ഭാഗത്തൊക്കെ അങ്ങനെ വീട്ടിലേക്ക് വർക്ക് കൊടുക്കുന്നവരേ ഉള്ളൂ. അങ്ങനെ കിട്ടിയാൽ തന്നെ അത് വളരെ, ഒരു നൈറ്റിക്ക് എന്തോ 20 രൂപ താഴെയൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. എങ്കിലും ഞാനത് അന്വേഷിച്ചിരുന്നു. നമുക്ക് സ്ഥിരമൊരു വരുമാനം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ. പക്ഷേ ദൈവം സഹായിച്ചിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് എവിടെ നിന്നായാലും ഓർഡറുകൾ കസ്റ്റമേഴ്സൊക്കെ വരും. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ട് അപ്പോൾ അവരുടെ അയൽവാസികൾ, അവരുടെ റിലേറ്റീവ്സ് അങ്ങനെ ഇപ്പോൾ നമുക്ക് കുറച്ചധികം കസ്റ്റമേഴ്സ് ഉണ്ട് ഇവിടെ സ്ഥിരമായിട്ട്. അപ്പോൾ എന്താ പറയുക, സ്റ്റിച്ചിങ് അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, ധൈര്യപ്പെട്ട് ചെയ്യുക. ഇനി അഥവാ എന്തെങ്കിലും ഒരു പാളിച്ച വന്നാൽ ആ കസ്റ്റമറിന് നമ്മൾ അവരുടെ മെറ്റീരിയൽ എടുത്ത് കൊടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോവുക.